ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രീസ് ലേണിംഗ് സ്കൂളിലേക്ക് സ്വാഗതം. ഇന്നലെ നടന്നിട്ടുള്ള എക്സൈസ് ഇൻസ്പെക്ടറിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഇംഗ്ലീഷിൽ ഇതേപോലെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഇഫ് വി ഹാഡ് ഫോളോഡ് ദി ഇൻസ്ട്രക്ഷൻസ് ഓഫ് ദി ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഇൻക്രീസിംഗ് കോവിഡ് കേസസ് ഡാഷ് വെൽ. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഇന്നലെ ഡിസ്കസ് ചെയ്തിരുന്നു. അതിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ആൻസർ വുഡ് ഹാവ് ഡിക്രീസ്ഡ് ആണ്. ഇതാണ് വുഡ് ഹാവ് ഡിക്രീസ്ഡ്. പക്ഷെ PSCയുടെ പ്രൊഫഷണൽ ആൻസർ കീ വെച്ചിട്ട് അവർ കൊടുത്തിട്ടുള്ള ആൻസർ വുഡ് ഹാവ് ബീൻ ഡിക്രീസ്ഡ് ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ വുഡ് ഹാവ് ഡിക്രീസ്ഡ് തന്നെയാണ് കേട്ടോ. അപ്പൊ അതൊന്ന് ക്ലാരിഫൈ ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്തത് കേട്ടോ. കാരണം ഇന്നലെ തന്നെ ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു ആൻസർ വുഡ് ഹാവ് ബീൻ ഡിക്രീസ്ഡ് അല്ലേ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എന്താ റീസൺ എന്ന് ചോദിക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കുക. ഇഫ് വി ഹാഡ് ഫോളോഡ് ദി ഇൻസ്ട്രക്ഷൻസ് ഓഫ് ദി ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്, നമ്മൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്തിരുന്നെങ്കിൽ എന്താ പറ്റുക? കൂടിക്കൊണ്ടിരിക്കുന്ന കോവിഡ് കേസ് കുറഞ്ഞിരുന്നേനെ അല്ലെ? കോവിഡ് കേസ് കുറഞ്ഞിരുന്നേനെ. അപ്പൊ എന്താ വരിക? വുഡ് ഹാവ് ഡിക്രീസ്ഡ് അല്ലേ വരണ്ടേ? ഓക്കെ, അതായത് ഒന്നും കൂടെ ശ്രദ്ധിക്കുക. ഇഫ് വി ഹാഡ് ഫോളോഡ് ദി ഇൻസ്ട്രക്ഷൻസ് ഓഫ് ദി ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഇൻസ്ട്രക്ഷൻസ് നമ്മൾ ഫോളോ ചെയ്തിരുന്നെങ്കിൽ കൂടി വന്നുകൊണ്ടിരിക്കുന്ന കോവിഡ് കേസ് കുറഞ്ഞേനെ. അപ്പൊ കോവിഡ് കേസ് അവിടെ കുറയാണ്, അല്ലാണ്ട് കോവിഡ് കേസിനെ ആരും കുറയ്ക്കുന്നതല്ല. മനസ്സിലായോ? ആരെങ്കിലും അതിനെ കുറയ്ക്കുമ്പോഴാണ് നമ്മൾ അതിനെ പാസീവായിട്ട് എടുക്കുക. കോവിഡ് കേസ് കുറഞ്ഞേനെ എന്നുള്ളൊരു മീനിങ്ങിലാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ സെന്റൻസ് ആക്റ്റീവിലാണ്. സോ ആൻസർ ഇസ് വുഡ് ഹാവ് ഡിക്രീസ്ഡ്. മനസ്സിലായോ? അപ്പൊ ഇതിനകത്ത് പലർക്കും ഉള്ളൊരു ഡൗട്ടാണ്, ആക്റ്റീവ് വോയിസ് ആണോ പാസീവ് ആണോ എന്നൊക്കെ എങ്ങനെയാ മനസ്സിലാവണേ എന്നുള്ളത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ വീഡിയോന്റെ ഒപ്പം തന്നെ അതും കൂടെ ഒന്ന് പറഞ്ഞുതരാമെന്ന് വിചാരിച്ചു. നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു പ്രാവശ്യം കൂടെ പറയാം. ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ. റിംഗ് റോഡ് ഡാഷ് അറൌണ്ട് ദി സിറ്റി. ആൻസർ എന്താ വരിക? എസ് ബിൽഡിംഗ് ആണോ, ഹാവ് ബീൻ ബിൽഡിംഗ് ആണോ, എസ് ബീയിങ് ബിൽട്ട് ആണോ, ഹാസ് ബിൽട്ട് ആണോ? പറഞ്ഞോളൂ. ആൻസർ എസ് ബീയിങ് ബിൽട്ട് ആണ്. എന്താ ഈ ആൻസറിലേക്ക് എത്താൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൊടുത്തിട്ടുള്ള സെന്റൻസ് ആക്റ്റീവ് ആണോ പാസീവ് ആണോ? പലരും ചിന്തിക്കുന്നുണ്ടാവും എങ്ങനെയാണ് ആക്റ്റീവ് ആണോ പാസീവ് ആണോ എന്ന് മനസ്സിലാക്കുക എന്നുള്ളത് അല്ലെ? അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ. ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ പിന്നെ നമ്മൾ തെറ്റിക്കില്ല. ഓക്കെ, അപ്പൊ ഇതേപോലെ ഒരു സെന്റൻസ് കൊടുത്തു കഴിയുമ്പോൾ അതിനകത്തുള്ള ക്രിയ ഉണ്ടല്ലോ, ക്രിയ നോക്കാൻ നിങ്ങൾക്ക് അറിയാലോ. ആ ക്രിയ അല്ലെങ്കിൽ വെർബിന്റെ അടുത്ത് നമ്മൾ ചോദിക്കുകയാണ് ആരാണ് ബിൽഡ് ചെയ്തേ. ഇവിടുത്തെ വെർബ് എന്ന് പറഞ്ഞാൽ ബിൽഡ് ആണ്. അപ്പൊ ഇതിനോട് നമ്മൾ ചോദിക്കുകയാണ് ആരാണ് പണിതേ എന്ന് ചോദിക്കുമ്പോൾ ആരായിരിക്കും റോഡ് പണിതേ? കുറച്ച് ആൾക്കാരായിരിക്കും അല്ലെ? അപ്പൊ ആ ആൾക്കാരാണോ ഇവിടുത്തെ സബ്ജക്റ്റ് നോക്കുക. ഇവിടുത്തെ സബ്ജക്റ്റ് എന്താ? റിംഗ് റോഡാണ്. ആൾക്കാരാണോ? അല്ല. അപ്പൊ ഈ ക്രിയ ചെയ്തിട്ടുള്ള ആള് അല്ല നമ്മുടെ സബ്ജക്റ്റ് എങ്കില് മനസ്സിലാക്കണം, ക്രിയ ചെയ്തിട്ടുള്ള ആളല്ല നമ്മുടെ സബ്ജക്റ്റ് സ്ഥാനത്തുള്ളതെങ്കിൽ അത് ഏത് വോയിസ് ആയിരിക്കും? അത് പാസീവ് ആണ്. ഏതാണ്? പാസീവ് വോയിസ് ആണ്. മനസ്സിലായോ? അപ്പൊ ഇവിടെ ക്രിയ ചെയ്തിട്ടുള്ളത് കുറച്ച് ആൾക്കാരായിരിക്കും. ആ ആൾക്കാരല്ല നമ്മുടെ സബ്ജക്റ്റ് സ്ഥാനത്ത് വന്നിട്ടുള്ളത്. സബ്ജക്റ്റിൽ എന്താ വന്നിട്ടുള്ളത്? റിംഗ് റോഡാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് പാസീവ് ആണ്. അപ്പൊ പാസീവ് ആണെങ്കിൽ നിങ്ങൾക്ക് നോക്കാൻ അറിയാലോ. എങ്ങനെയാ? ഇസ് ബീയിങ് ബിൽഡ് എന്ന് പറയുന്നത് പാസീവ് ആണ്. ഹാസ് ബിൽഡ് എന്ന് പറയുന്നത് പാസീവ് ആണോ? അല്ല. പാസീവ് എന്ന് പറയുമ്പോൾ അതിനകത്തൊരു ബീൻ വേണം അല്ലെ? ഹാസ് ബീൻ ബിൽഡ് ആണെങ്കിൽ ഓക്കെ ആണ്. അപ്പൊ ഇതെന്തായാലും പറ്റില്ല. പിന്നെ റിംഗ് റോഡ് ആണ്, അപ്പൊ പിന്നെ ഹാവ് വരുമോ? അതും ഇല്ല. ഇസ് ബിൽഡിംഗ് എന്ന് പറയോ? ഇല്ല. കാരണം പാസീവ് ആണെങ്കിൽ എപ്പോഴും V3 വരണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒരു എക്സാമ്പിൾ ഞാൻ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു എക്സാമ്പിൾ എടുക്കാം. ഓക്കെ, ഇപ്പൊ സപ്പോസ് രാം കിൽഡ് രാവണ എന്ന് വിചാരിച്ചോ കേട്ടോ. രാം കിൽഡ് രാവണ. അപ്പൊ നമ്മളിവിടെ ക്രിയയോട് ചോദിക്കുകയാണേ. ക്രിയ എടുത്ത് ചോദിക്കുകയാണ്. ക്രിയ എന്താ? കിൽഡ് ആണ് അല്ലെ? ആരാണ് കൊന്നേ എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊരു ആൻസർ കിട്ടും. ആരാ കൊന്നേ? രാമനാണ് കൊന്നേ അല്ലെ? രാമാണ് കൊന്നേ. അപ്പൊ എനിക്ക് കിട്ടുന്ന ആൻസർ തന്നെയാണ് ഇവിടുത്തെ സബ്ജക്ട് സ്ഥാനത്തായിട്ട് വന്നിട്ടുള്ളത്. ഇവിടുത്തെ സബ്ജക്ട് എന്താ? രാമല്ലേ? രാം കിൽഡ് രാവണ. അപ്പൊ ആരാ കൊന്നേന്ന് ഞാൻ ചോദിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ആൻസർ രാമാണ്. ആ രാം തന്നെയാണ് നമ്മുടെ സബ്ജക്ട് സ്ഥാനത്ത് വന്നിട്ടുള്ളത്. അപ്പൊ അത് ഏത് വോയിസാ? ഏത് വോയിസാണ്? ആക്റ്റീവ് വോയിസ്. മനസ്സിലായോ? ക്രിയ ചെയ്തിട്ടുള്ള ആള് തന്നെയാണ് സബ്ജക്ട് സ്ഥാനത്ത് വരണമെങ്കിൽ അത് ആക്റ്റീവ് ആണ്, ആക്റ്റീവ് വോയിസ് ആണ്. ഇനി നമുക്ക് ഇതിന്റെ പാസീവ് ഒന്ന് എഴുതി നോക്കാം. പാസീവ് എങ്ങനെയായിരിക്കും? രാവണ വാസ് കിൽഡ് അല്ലെ? വാസ് കിൽഡ് ബൈ രാം എന്ന് ഞാൻ എഴുതി. ഇതല്ലേ ഇതിന്റെ പാസീവ്. നമുക്ക് നോക്കാം ഇതെങ്ങനെയാ പാസീവ് ആയെന്ന് കേട്ടോ. ശ്രദ്ധിക്കുക, ഇവിടെ ഞാൻ ചോദിക്കുകയാണ് കിൽഡ്. കിൽഡ് അല്ലേ നമ്മുടെ ക്രിയ. ആരാ കൊന്നേന്ന് ചോദിക്കുമ്പോൾ എനിക്ക് എന്താ ആൻസർ കിട്ടുന്നേ? ആരാ കൊന്നേ? രാമാണ് കൊന്നേ അല്ലെ? ആ രാമാണോ നമ്മുടെ സബ്ജക്ട് സ്ഥാനത്ത് വന്നിട്ടുള്ളത്? അല്ല. മനസ്സിലായോ? അപ്പൊ അതല്ലെങ്കിൽ അത് ഏത് വോയിസ് ആയിരിക്കും? പാസീവ് ആണ്. ചുരുക്കി പറഞ്ഞ ക്രിയ ചെയ്തിട്ടുള്ള ആള് തന്നെയാണ് നമ്മുടെ സബ്ജക്ട് സ്ഥാനത്ത് വരുന്നതെങ്കിൽ അത് ആക്റ്റീവ് വോയിസും, അല്ലാത്ത പക്ഷം അത് പാസീവ് ആയിരിക്കും. കിട്ടിയോ? ഇനി നമുക്കൊരു ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ഐ ഡാഷ് ഐ വുഡ് ഹാവ് ഡൺ ഇറ്റ്. ആൻസർ എന്താ വരിക?
ആൻസർ ഇഫ് ഐ ഹാഡ് ഇൻഫോംഡ് ആണോ ഹാഡ് ബീൻ ഇൻഫോംഡ് ആണോ ആലോചിച്ചിട്ട് പറഞ്ഞേ. ഇവിടെ ശ്രദ്ധിക്കുക, വുഡ് ഉണ്ട്, ഹാവ് ഉണ്ട്, V3 ഫോം ഉണ്ട് അല്ലെ. ഇഫ് ക്ലോസിനകത്ത് ഒരു ഭാഗത്ത് വുഡും ഹാവും V3 ഫോമും ഉണ്ടെങ്കിൽ, V3 ഫോം എന്ന് പറഞ്ഞാൽ ഡു, ഡിഡ്, ഡൺ. ഈ ഡൺ എന്ന് പറയുന്നതാണ് V3 ഫോം കേട്ടോ. അപ്പൊ ഇവിടെ V3 ഫോം ഉണ്ടെങ്കിൽ ഇവിടെ എന്തായിരിക്കും വരിക? ഹാഡ് ഉണ്ടാവും, പിന്നെ ഒരു V3 ഫോം ഉണ്ടാവും. ഇതിൽ നമ്മൾ ഇഫ് ക്ലോസിന്റെ കണ്ടീഷനിലൊക്കെ പഠിച്ചിട്ടുള്ളത് തേർഡ് കണ്ടീഷൻ അല്ലെ. പക്ഷെ നമ്മൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, ഈ കൊടുത്തിട്ടുള്ള ഇഫ് ക്ലോസ് ആക്റ്റീവ് ആണോ പാസീവ് ആണോ എന്നും കൂടെ ശ്രദ്ധിക്കാം. നമുക്ക് നോക്കാം. ഇവിടുത്തെ ആൻസർ വരുന്നത് ഇഫ് ഐ ഹാഡ് ബീൻ ഇൻഫോംഡ് ആണ്. ഹാഡ് ഇൻഫോംഡ് അല്ല കേട്ടോ. കാര്യം എന്താന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇപ്പൊ ഇഫ് ഐ ഹാഡ് ഇൻഫോംഡ്, ഐ ഹാഡ് ഇൻഫോംഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഇഫ് ഐ ഹാഡ് ഇൻഫോംഡ് എന്ന് പറഞ്ഞാൽ ഞാൻ അറിയിച്ചിരുന്നുവെങ്കിൽ അല്ലെ, ഞാൻ അറിയിച്ചിരുന്നുവെങ്കിൽ ഞാൻ അത് ചെയ്തേനെ എന്നുള്ളൊരു മീനിങ് ആവില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അതിന് മീനിങ് ഉണ്ടോ? ഞാൻ ഒരാളൊരു കാര്യം അറിയിച്ചിരുന്നെങ്കിൽ ഞാനത് ചെയ്തേനെ എന്ന് പറയാൻ തെറ്റല്ലേ? എന്നെ അറിയിച്ചിരുന്നെങ്കിൽ ഞാനത് ചെയ്തേനെ അല്ലെ, എന്നെ അല്ലേ അറിയിക്കണ്ടേ? അപ്പൊ അവിടെ എന്താ വരണ്ടേ? പാസീവ് ആണ്. ഇഫ് ഐ ഹാഡ് ബീൻ ഇൻഫോംഡ് ഐ വുഡ് ഹാവ് ഡൺ ഇറ്റ്. മനസ്സിലായോ? അതുകൊണ്ടാണ് ഇവിടുത്തെ ആൻസർ ഹാഡ് ബീൻ ഇൻഫോംഡ് വന്നത്. ഇനിയും ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം കേട്ടോ. ഇനി നമ്മുടെ PYQ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നെക്സ്റ്റ് വൺ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇഫ് ഇറ്റ് റെയിൻസ് ദ ക്രിക്കറ്റ് മാച്ച് ഡാഷ്. ആൻസർ എന്താ വരിക? ഇഫ് ഇറ്റ് റെയിൻസ് ദ ക്രിക്കറ്റ് മാച്ച് വിൽ ബി പോസ്റ്റ്പോൺഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇഫ് കണ്ടീഷൻ ആണ്. അതുപോലെ തന്നെ റെയിൻസ് ഒക്കെ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി സിമ്പിൾ പ്രസന്റൻസ് ആണ്, V1 ആണ് അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ വരണ്ടേ? ഇവിടെ വരേണ്ടത് ഒരു വില്ല് വരണം പ്ലസ് V1 വരണം, V1 ഫോം ഓഫ് ദി വെർബ് വരണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ വുഡ് വെച്ചിട്ടുള്ള രണ്ടാൾക്കാരെ എടുത്തങ്ങ് മാറ്റാം. ഓക്കെ, ഇനി ഒന്നല്ലെങ്കിൽ വിൽ പോസ്റ്റ്പോൺ അല്ലെങ്കിൽ വിൽ ബി പോസ്റ്റ്പോൺഡ്. ഇതിനകത്ത് ഏതാ ശരി? വിൽ ബി പോസ്റ്റ്പോൺഡ്. അപ്പൊ എങ്ങനെയാ മനസ്സിലായി നോക്കുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞു ആക്റ്റീവ് ആണോ പാസീവ് ആണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ക്രിയയുടെ അടുത്ത് നമ്മൾ ചോദിക്കുകയാണ്. ഇവിടുത്തെ ക്രിയ എന്താ? പോസ്റ്റ്പോൺ ആണ് അല്ലെ. ക്രിയയുടെ അടുത്ത് നമ്മൾ ചോദിക്കുകയാണ് ആരാണ് പോസ്റ്റ്പോൺ ചെയ്തേ. അപ്പൊ ഏതോ ഒരു ആളാണെന്ന് വിചാരിച്ചോ. സപ്പോസ് എ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് പോസ്റ്റ്പോൺ ചെയ്തെന്ന് വിചാരിക്കാം. ഈ എ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണോ നമ്മുടെ സബ്ജക്റ്റ് സ്ഥാനത്ത് നിൽക്കുന്നതെന്ന് നോക്കുക. ഇവിടെ സബ്ജക്റ്റ് എന്താ? ഈ ഒരു ഭാഗം നോക്കുകയാണെങ്കിൽ ദ ക്രിക്കറ്റ് മാച്ച് ആണ് നമ്മുടെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ ക്രിയ ചെയ്തിട്ടുള്ള ക്രിക്കറ്റ് മാച്ച് ആണോ? അല്ല, ക്രിയ ചെയ്തത് ആരാ? എ ആണ്. അപ്പൊ പിന്നെ അത് ഏത് വോയിസ് ആയിരിക്കും? പാസീവ് ആയിരിക്കും. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ടാണ് ദ ക്രിക്കറ്റ് മാച്ച് വിൽ ബി പോസ്റ്റ്പോൺഡ് എന്നുള്ള ആൻസറിലേക്ക് വന്നത്. ഇനി ഇപ്പൊ സപ്പോസ് ദ ക്രിക്കറ്റ് മാച്ച് വിൽ പോസ്റ്റ്പോൺ എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ക്രിക്കറ്റ് മാച്ച്, ഇതാണ് ക്രിക്കറ്റ് മാച്ച് എന്ന് വിചാരിക്കുക, ഈ ആള് പോയിട്ട് പോസ്റ്റ്പോൺ ചെയ്യും എന്നുള്ള മീനിങ് ആയി പോകും. മനസ്സിലായോ? അപ്പൊ ക്രിക്കറ്റ് മാച്ചിനെയാണ് പോസ്റ്റ്പോൺ ചെയ്യുന്നത്, അതുകൊണ്ടാണ് അത് പാസീവിൽ പറയാൻ കാര്യം. ക്ലിയർ ആണോ? അപ്പൊ എപ്പോഴും ക്രിയയോട് ചോദിക്കുക ആരാണ് ചെയ്തേ, അതിന്റെ ആൻസർ ആയിട്ട് കിട്ടുന്നത് നമ്മുടെ സബ്ജക്ട് സ്ഥാനത്താണെങ്കിൽ അത് ആക്റ്റീവ് വോയിസ് അല്ലാത്ത പക്ഷം ഇറ്റ് ഇസ് പാസീവ്. അടുത്ത ചോദ്യം നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് 2016 ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. ദിസ് ഷോപ്പ് സെൽസ് ഓൾ ദി വെജിറ്റബിൾസ്. ഇതിന്റെ പാസീവ് എന്തായിരിക്കും? പറയാൻ പറ്റുമോ? ആക്റ്റീവ് പാസീവിനകത്ത് എന്തൊക്കെയാ ശ്രദ്ധിക്കണ്ടേ? അതിനകത്ത് ടെൻസ് മാറില്ല എന്നറിയാം അല്ലെ. അപ്പൊ എന്തായാലും 6 തന്നെയായിരിക്കും ഉണ്ടാവുന്നത്. അപ്പൊ നമുക്ക് ഇതിനകത്ത് നോക്കാം. ഓൾ ദി വെജിറ്റബിൾസ് ആർ സോൾഡ് ബൈ ദിസ് ഷോപ്പ് ആണോ, ഓൾ ദി വെജിറ്റബിൾസ് ആർ സോൾഡ് ഇൻ ദിസ് ഷോപ്പ് ആണോ? ആൻസർ ഓൾ ദി വെജിറ്റബിൾസ് ആർ സോൾഡ് ഇൻ ദിസ് ഷോപ്പ് ആണ്. ഈ കടയിൽ എല്ലാ വെജിറ്റബിൾസും വിൽക്കപ്പെടും എന്നുള്ള മീനിങ്. അപ്പൊ ഇവിടെ ബൈ കാണുമ്പോൾ ബൈ ദിസ് ഷോപ്പ് കുത്താൻ പലർക്കും തോന്നും കേട്ടോ. അപ്പൊ അങ്ങനെയല്ല, ബൈ തന്നെ വരണം എന്നില്ല. ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രപ്പോസിഷൻ പാസീവിനകത്ത് ബൈ ആണ്. പക്ഷെ എന്നാലും അറ്റ് വരാം, ടു വരാം, ഇന്ന് വരാം, അതൊക്കെ വരാം കേട്ടോ. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ഹി ഹാഡ് വൺ ദ റേസ് ഹി ഡാഷ് ദി ചാമ്പ്യൻ. എന്തായിരിക്കും ആൻസർ വരിക? ഇഫ് ഹി ഹാഡ് വൺ ദ റേസ് ഹി ഡാഷ് ദി ചാമ്പ്യൻ. സിമ്പിൾ ആയിട്ട് ആൻസർ കിട്ടും. എങ്ങനെയാ? ഹാഡ് ഉണ്ട് പ്ലസ് V3 ഫോം ഓഫ് ദി വെർബ് ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് വരണം? ഈ ഒരു ഭാഗത്ത് വുഡ് വരണം അല്ലെ, പ്ലസ് ഹാവ് വരണം, പ്ലസ് V3 ഫോം വരണം. ഈ V3 ഫോം എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഇപ്പൊ ഇവിടുത്തെ ആൻസർ ഞാൻ ആദ്യം പറയാം. ഇവിടുത്തെ ആൻസർ വരുന്നത് വുഡ് ഹാവ് ബീൻ ആണ്. ഓക്കെ, അപ്പൊ വുഡ് ഉണ്ട്, ഹാവ് ഉണ്ട്. ഈ ബീൻ എന്ന് പറയുന്നത് V3 ഫോമാ. അപ്പൊ V3 ഫോം എങ്ങനെയായേ? ഈ ബി എന്ന് പറയുന്നതാണ് V1 ഫോം. ഈ ബിയുടെ V2 എന്ന് പറയുന്നത് വാസ് അല്ലെങ്കിൽ വേറാണ് കേട്ടോ. വാസ് അല്ലെങ്കിൽ വേറാണ് ബിയുടെ V2 ഫോം എന്ന് പറയുന്നത്. V3 ഫോം ആണ് ബീൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇഫ് ഹി ഹാഡ് വൺ ദി റേസ് ഹി വുഡ് ഹാവ് ബീൻ ദി ചാമ്പ്യൻ. ഓക്കെ, അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ ഇത് പലരും തെറ്റിക്കും എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിന്റെ ഒപ്പം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ആക്റ്റീവ് പാസീവിന്റെ എല്ലാ കൺസെപ്റ്റും ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോസ് കാണുക. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം കേട്ടോ.
അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ പ്രൊവിഷണൽ ആൻസർ കീ ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ കീക്ക് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും PSC മാറ്റും തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ, താങ്ക് യു ഫോർ സപ്പോർട്ടിങ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.